പരിസ്ഥിതി വൃക്ഷവ്യാപന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വനംവകുപ്പ് നൽകുന്ന വനമിത്ര പുരസ്കാരത്തിന് അർഹനായി സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ജേക്കബ് എസ് മുണ്ടക്കുളം. ചരിത്രത്തിൽ ആദ്യമായി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടെ പരിസ്ഥിതി വൃക്ഷവ്യാപന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് നേതൃത്വം കൊടുത്ത ഏക പോലീസ് ഓഫീസറാണ് ജേക്കബ്. നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സംഘടനയുടെ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ പദവിയിലിരുന്ന് സംസ്ഥാനത്തുടനീളം മധുരവനം എന്ന പദവിയിലൂടെ ഫലവൃക്ഷങ്ങളും തണൽമരങ്ങളും നട്ടുവളർത്തുന്ന പ്രവർത്തനം തുടരുന്നതിനാണ് ജേക്കബ് എസ് മുണ്ടക്കളത്തിന് അവാർഡ് ലഭിച്ചത്. വൃക്ഷവ്യാപനത്തിനായി വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ക്ലാസുകളും സെമിനാറുകളും ക്യാമ്പുകളും അദ്ദേഹം സംഘടിപ്പിക്കുന്നുണ്ട്. തന്റെ 5 സെന്റ് ഭൂമിയിൽ 52 ഫലവൃക്ഷങ്ങളും ടെറസിൽ ഡ്രമ്മുകളിലായി നിരവധി ഫലവൃക്ഷങ്ങളും ജേക്കബ് നട്ടുവളർത്തുന്നു. സൽക്കർമ്മ, മാസ് എന്നീ ചാരിറ്റി സംഘടനകളിൽ അദ്ദേഹം നേതൃത്വം വഹിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കൊല്ലം മുണ്ടയ്ക്കൽ റെസിഡന്റ് അസോസിയേഷൻസ് വൈസ് പ്രസിഡന്റാണ്. കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ജേക്കബ് എസ് മുണ്ടക്കളം കേരള പോലീസ് അസോസിയേഷന്റെ നേതൃത്വ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. ഈ വനമിത്ര ജേതാവെന്ന സർക്കാരിൻ്റെ ഈ ഒരു അംഗീകാരത്തെ ഞാൻ വളരെ അഭിമാനത്തോട് കൂടി കാണുകയാണ്. എനിക്ക് 2-3 വർഷങ്ങൾക്ക് മുമ്പ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ജില്ല എന്ന് എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട്. അതിനു മുമ്പും സന്നദ്ധ സംഘടനകളൊക്കെ അവാർഡുകൾ തന്നിട്ടുണ്ട്. പോലീസിൻ്റെ ചരിത്രത്തിലാദ്യമായി പരിസ്ഥിതി പ്രവർത്തനത്തിന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി നേടിയ ഏക പോലീസ് ഓഫീസറാണ് ഞാൻ. സർവീസിൽ പ്രൊമോഷനായി റെയിൽവേ സബ് ഇൻസ്പെക്ടറായിരുന്ന കാലത്താണ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള അനുമതി ചോദിച്ചുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുക്കുന്നത്. മികവാർന്ന പരിസ്ഥിതി വൃക്ഷവ്യാപന പ്രവർത്തനങ്ങൾക്ക് കേരള കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെയും ഒട്ടനവധി സന്നദ്ധ സംഘടനകളുടെയും ആദരവുകളും അംഗീകാരങ്ങളും ജേക്കബിനെ തേടിയെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് AICC മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് കേരള സംസ്ഥാന ഇലക്ഷൻ നിരീക്ഷകനായി അദ്ദേഹത്തെ നിയമിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.